ഇടുക്കി രാമക്കൽമേട് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വിനോദസഞ്ചാരികളെ ഹോം സ്റ്റേ നടത്തിപ്പുകാർ മർദ്ദിച്ചതായി പരാതി. എറണാകുളം കളമശ്ശേരി സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. വിനോദസഞ്ചാരികളാണ് ആക്രമണം നടത്തിയതെന്ന് ഹോം സ്റ്റേ ഉടമകൾ പറഞ്ഞു. കളമശ്ശേരിയിൽ നിന്നുള്ള 60-അംഗ സംഘം രാമക്കൽമേട് മൗണ്ട് മിസ്റ്റ് ഹോം സ്റ്റേയിൽ കഴിഞ്ഞ ദിവസം മുറിയെടുത്തിരുന്നു. രാത്രി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ പ്രശ്നം പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാരനും വിനോദസഞ്ചാരികളും ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് മർദ്ദനം. പിന്നീട് ഒരു സംഘം ആളുകൾ പുറത്തുനിന്നെത്തി ആക്രമിച്ചെന്നും വിനോദസഞ്ചാരികൾ പറഞ്ഞു. സഞ്ചാരികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ അബ്ദുൾ ഷുക്കൂർ, സീനത്ത്, ഷിഹാബ്, ഷിഫ, സൈഫുനീസ എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അബ്ദുൾ ഷുക്കൂറിന്റെ തലയ്ക്ക് പരിക്കുണ്ട്. നെടുങ്കണ്ടം പോലീസ് എത്തിയെങ്കിലും മുറിയുടെ വാടകയ്ക്ക് പുറമെ നഷ്ടപരിഹാരം വാങ്ങിയാണ് മടക്കി അയച്ചതെന്ന് വിനോദസഞ്ചാരികൾ പറയുന്നു. എന്നാൽ സഞ്ചാരികളുടെ ആരോപണം ഹോം സ്റ്റേ നടത്തിപ്പുകാർ തള്ളി. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാരനെ സഞ്ചാരികൾ മർദ്ദിക്കുകയായിരുന്നെന്നും ബഹളം കേട്ടെത്തിയ ഹോം സ്റ്റേ ഉടമയുടെ അമ്മയെ പിടിച്ച് തള്ളുകയും അസഭ്യം പറഞ്ഞെന്നും ഇവർ ആരോപിച്ചു. പിള്ളേർ കാർന്ന് കേട്ടോണ്ട് ഓടിച്ചെന്നതാണ്. ഓടിച്ചെന്നപ്പോൾ അവരെ തല്ലിനും ഇരിക്കുന്നതും ചവിട്ടുന്നതും കണ്ടുകൊണ്ട് പൊഴിച്ചപ്പോൾ എന്നെ ഉരുട്ടി മറിച്ചിട്ടിട്ട് എൻ്റെ തലയെല്ലാം ഇടിച്ച് തലയെല്ലാം എന്താണ് മുഴച്ച് കിടക്കുന്നത്. എന്നിട്ട് പിന്നെ രാത്രിയിൽ പിന്നെ തല ഇറങ്ങി വീണപ്പോൾ ആശുപത്രി കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ലോണൊക്കെ എടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ഥാപനം അതെല്ലാം ഇടിച്ച് പൊട്ടിച്ച്, ചില്ലും എല്ലാം പൊട്ടിച്ച്, കസേരയെല്ലാം തല്ലി പൊട്ടിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് വരുത്തി. സ്ഥാപനത്തിന് വലിയ നഷ്ടം വരുത്തിയെന്ന് ഹോം സ്റ്റേ ഉടമകൾ പറയുന്നു. വിനോദസഞ്ചാരികൾക്കെതിരെ നടപടി വേണമെന്നും ഹോം സ്റ്റേ ഉടമകളുടെ അസോസിയേഷനും ആവശ്യപ്പെട്ടു. ഇത്തരം പ്രവണതകൾക്കെതിരെ അസോസിയേഷൻ ശക്തമായിട്ട് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. ഇതിനെതിരെ ഏതറ്റം വരെയും അസോസിയേഷൻ അംഗങ്ങൾക്കൊപ്പം നിൽക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാണ്. മേലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് അസോസിയേഷൻ മുൻപോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. സംഭവത്തിൽ വിനോദസഞ്ചാരികൾ കളമശ്ശേരി പോലീസിനും ഹോം സ്റ്റേ ഉടമകൾ നെടുങ്കണ്ടം പോലീസിനും പരാതി നൽകി. ന്യൂസ് മലയാളം, ഇടുക്കി.